എൻ്റെ പേര് സിസ്റ്റർ മേരി വിൻസി ഗബ്രിയേൽ. ഇറ്റലിയിൽ 1894 ഫെബ്രുവരി 2 സ്ഥാപിതമായ തിരുഹൃദയ സമർപ്പിത സന്യാസിനി സഹോദരി സമൂഹത്തിലെ ഒരംഗമാകുന്നു ഞാൻ. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് കന്യാസ്ത്രീ ആകണമെന്നുള്ള ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ പപ്പയും അമ്മയും മൂത്ത ചേച്ചിയും പിന്നെ ഇരട്ട സഹോദരിയും എൻ്റെ അനുജനും, ഞങ്ങൾ 6 പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഭവനം. അപ്പോൾ ഞങ്ങളുടെ പപ്പയും അമ്മയും എല്ലാ ഞായറാഴ്ചയും ഞങ്ങളെ പള്ളികൾ കൊണ്ടുപോകുമായിരുന്നു. കുർബാനയിൽ പങ്കുകൊള്ളിക്കുവാനും അത് കഴിഞ്ഞുള്ള വേദപാഠ ക്ലാസ്സുകളിൽ ഞങ്ങളെ കൃത്യമായിട്ടും കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു പ്രചോദനവും അവർ നൽകിയ വിശ്വാസ പരിശീലനവുമാണ് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് അത് ആ ഒരു കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ പപ്പയുടെ അമ്മ ജപമാല കൃത്യമായിട്ട് ചൊല്ലുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടുകളിൽ പപ്പമ്മയുടെ ആ സാന്നിധ്യം കൊണ്ട് ജപമാല എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അപ്പോൾ പപ്പമ്മ ലീജിയൻ ഓഫ് മേരിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും വിശ്വാസ സാക്ഷ്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് അത് പങ്കുവയ്ക്കുകയും അപ്പം അത് കണ്ടൊക്കെയാണ് ഞാൻ വളർന്നത്. അപ്പം മാതാവിനുള്ള ഭക്തി എനിക്ക് പപ്പമ്മയിൽ നിന്നാണ് ലഭിച്ചത്. അപ്പം കുടുംബത്തിൽ നിന്ന് തന്നെ എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വിശ്വാസം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നാണ് പഠിച്ചത്. അപ്പം അവർ നൽകിയ ആ ഒരു വിശ്വാസ ചൈതന്യത്തിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ കുഞ്ഞുനാടുകൾ എനിക്കുണ്ടായ ആ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും. എപ്പോഴും കണ്ണടച്ച് ബൈബിൾ തുറന്നെടുത്ത് നോക്കുമായിരുന്നു ഈശോയ്ക്ക് എന്താണ് ഇന്ന് എന്നോട് പറയാനുള്ളത്. അപ്പോൾ നല്ല നല്ല വചനങ്ങൾ എനിക്ക് ലഭിക്കും. ഞാൻ ചിലപ്പോൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ടായിരിക്കും ഞാൻ ബൈബിൾ കണ്ണടച്ചിട്ട് ബൈബിൾ തുറന്നിട്ട് ഒരു ഭാഗം എന്നെ തൊട്ട് വായിക്കും. അന്ന് എന്നെ സ്പർശിക്കുന്ന ഒരു വചനമായിരിക്കും. അപ്പം അങ്ങനെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് ശേഷം വേദപാഠ ക്ലാസ്സുകളുണ്ട്. വേദപാഠ ക്ലാസ്സിന് ശേഷം നമുക്കവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അവിടെ പല പല പുസ്തകങ്ങൾ, നമ്മുടെ വിശ്വാസ സംബന്ധമായ പുസ്തകങ്ങളും പിന്നെ വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എപ്പോഴും വിശുദ്ധരുടെ പുസ്തകങ്ങളാണ് വായിക്കാനായിട്ട് ആ സമയങ്ങളിൽ ഒത്തിരി ആഗ്രഹം പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വായിച്ച പുസ്തകമായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യയുടേത്. അതിനുശേഷം മരിയ ഗൊരേറ്റി, പിന്നെ ഡോൺ ബോസ്കോ, ഡൊമിനിക് സാവിയോ, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ ഞാൻ കുഞ്ഞുനാളുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വായിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവരൊക്കെ ഈശോയെ സ്നേഹിച്ചതുപോലെ എനിക്ക് ഈശോയെ സ്നേഹിക്കണം, ഇവർ ജീവിച്ച പോലെ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ആ ഒരു ചിന്ത എനിക്ക് ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ അറിയുന്നില്ല എനിക്ക് സിസ്റ്ററാകാനാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിലും ഞാൻ ഉറപ്പിച്ച ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല ആ സമയത്തും. പിന്നീട് ഞങ്ങൾക്ക് ലിറ്റിൽ വേ ക്ലാസ് ഉണ്ടായിരുന്നു എല്ലാ ശനിയാഴ്ചയും വൈകിട്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കോൺവെൻറ്റ് തന്നെ, ഞങ്ങളുടെ ഒരു സഭ ഇവിടെ എൻ്റെ വീടിനടുത്ത് തന്നെ കുറച്ചപ്പുറത്തോട്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ളൊരു സിസ്റ്റർ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വരായിരുന്നു, ലിറ്റിൽ വേ ക്ലാസ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ കൊച്ചു ത്രേസ്യയുടെ ജീവിത കഥയാണ് ഞങ്ങൾ അവിടെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് സമയം ക്ലാസ് കാണും, അത് കഴിഞ്ഞ് പാട്ട്, ഡാൻസ്, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സിനിമ കാണിച്ചു തരും. ചില സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് കൊച്ചു ഈശോയ്ക്ക് വേണ്ടി കൊച്ചു പ്രവൃത്തികൾ ചെയ്യും. അതായത് പള്ളിയുടെ അവിടെ ഉള്ള നമ്മുടെ ചപ്പുചാറുകൾ വാരാനും സഹായിക്കാനും, പള്ളി ക്ലീൻ ചെയ്യാനും, പള്ളിയിൽ പാട്ട് പാടാനും, അങ്ങനെ അമ്മച്ചിമാരെ സഹായിക്കുവാനും, അവരെ പള്ളിയിൽ വരുന്ന സമയത്ത് അവരെ പിടിച്ചുകൊണ്ട് സഹായിച്ചിരുത്താൻ, അങ്ങനെ നമ്മൾ ഒത്തിരി കൊച്ചു അതായത് വിശുദ്ധ കൊച്ചു ത്രേസ്യ എങ്ങനെ ചെയ്തുവോ അതുപോലെ കൊച്ചു പ്രവൃത്തികൾ ചെയ്ത് ഈശോയെ സ്നേഹിക്കുക. അതായിരുന്നു നമ്മുടെ ആ ഒരു ലിറ്റിൽ വേയുടെ ആ സംഘടനയുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിൽ ഞങ്ങളെ സഹായിച്ചത് സിസ്റ്റർ സുജ എന്ന് പറയുന്ന ഒരു സിസ്റ്ററാണ്. അപ്പം എനിക്ക് അത് കണ്ടപ്പോൾ ആ സിസ്റ്ററിനെ പോലെ എനിക്ക് ആകണമെന്നുള്ളൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിക്കണം, സിസ്റ്റർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നത്, പിന്നെ എങ്ങനെയാണ് ഈ സഭാവസ്ത്രം ധരിച്ചത്, എല്ലാം ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പം ആ സിസ്റ്റർ വഴി ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയുമായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി ഒരു 13 വയസ്സൊക്കെ ആയ സമയത്ത്, ഏകദേശം 12 വയസ്സോളം അടുപ്പിച്ചായപ്പം ഞങ്ങൾക്ക് ആദ്യ കുർബാന സ്വീകരിക്കാനുള്ള ഒരു സമയമായപ്പം അതിന് ഈ സിസ്റ്ററാണ് എന്നെ ഒരുക്കിയത്.
ഞങ്ങളിപ്പോൾ കോൺവെൻറ്റിൽ കൊണ്ടുപോകുമായിരുന്നു. അവിടെ ഞങ്ങളൊരു ബാച്ചായിട്ട് പോയി അവിടെ ക്ലാസ്സുകൾ നടത്തുമായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഞങ്ങൾ പങ്കെടുക്കും. അങ്ങനെ അത് കഴിഞ്ഞ് സിസ്റ്റർ ഞങ്ങളെ കോൺവെൻറ്റിൽ മുഴുവനും കാണിച്ചു തരുമായിരുന്നു. അവിടെ ഈശോയെ കാണിച്ചു തരുന്നു, ഈശോ ഇരിക്കുന്ന സ്ഥലം സക്രാരി, പള്ളി, പിന്നെ അവിടെ ഡൈനിങ് ഹാള്, ഡോർമിറ്ററി എല്ലാം ഞങ്ങൾക്ക് ഇങ്ങനെ നടന്നു കൊണ്ടുപോയി ഞങ്ങളെ കാണിച്ചു തരും. അപ്പോൾ എനിക്കതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എനിക്ക് അവിടെ നിൽക്കണം, അവിടെ പോകണം, അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പം ആദ്യ കുർബാന കഴിഞ്ഞു, നല്ല രീതിയിൽ ആദ്യ കുർബാന പോയി. എനിക്ക് പ്രാർത്ഥനകൾ പഠിക്കുവാനും ഒത്തിരി ആഗ്രഹമായിരുന്നു. എനിക്ക് ഒത്തിരി തീഷ്ണതയായിരുന്നു ആ സമയത്ത് പഠിക്കുവാനും കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു. അതിനുശേഷം 15 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇവിടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ദേവിളി ക്യാമ്പ്. അപ്പോൾ ആ സമയത്ത് എന്നെ സിസ്റ്റർ വിളിച്ച്, നീ വരുന്നു, ഒരാഴ്ചത്തേക്കുള്ള ക്യാമ്പാണ്, നീ വരുന്നു, വന്ന് നിന്നിട്ട് ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ തിരിച്ചു വയ്ക്കും. അപ്പോൾ ഞാൻ ആ സമയത്ത് വീട്ടിലെ കാര്യം അറിയിച്ചു, എനിക്ക് പോകണം എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും സമ്മതിച്ചില്ല. അപ്പോൾ ഒത്തിരി എതിർപ്പായിരുന്നു, പോകുന്നതിനോടുള്ള എതിർപ്പ്. അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞ്, നീ പോകണ്ട, നീ +2 കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ എന്നെ ക്യാമ്പിന് വിട്ടില്ല അവർ. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്നു. അങ്ങനെ +1 +2 ഞാൻ പഠിക്കാൻ പോയി. സയൻസാണ് ഞാൻ എടുത്തത്. അങ്ങനെ 2 വർഷം ഞാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ പപ്പയും അമ്മയും വിചാരിച്ച് ഞാൻ ഈ 2 വർഷം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഈ ആഗ്രഹം മാറി വേറെ എന്തെങ്കിലും ഫീൽഡ് തിരഞ്ഞെടുക്കുമെന്ന്. പക്ഷേ ഈ 2 വർഷം കഴിഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ സിസ്റ്റർ ആകണം എന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ 2 വർഷത്തിനുള്ളിൽ ഞാൻ ഒത്തിരി അനുഭവിച്ച കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെ, എനിക്കൊരാളെ മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിംഗാണ്. കാരണം ഇനി സിസ്റ്റർ ആകാൻ പോകാൻ പറ്റത്തില്ല, എന്നെ ഈശോ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം. കാരണം ഞാനൊരു 2 അനുഭവം ഞാൻ പങ്കുവയ്ക്കാം. ഒരു തവണ ഞങ്ങളെപ്പോഴും ഇങ്ങനെ എക്സാമിനൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് വീട്ടിൽ അധികം സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീട് ചെറിയ വീടായിരുന്നു, ഓല മേഞ്ഞ ഒരു വീടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ തോട്ടത്തിലൊക്കെയാണ് ചെന്നിരുന്ന് പഠിക്കുന്നത്, ഓരോരുത്തരും ഓരോ തോട്ടത്തിൽ ചെന്നിരുന്ന് പഠിക്കും. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു തവണ ഇങ്ങനെ പഠിച്ചുകൊണ്ട് +1 +2 സമയത്താണ് പഠിച്ചുകൊണ്ട സമയത്ത് ഈ ഓസ്തിയുടെ മണം എനിക്കെടുത്ത്. ഇങ്ങനെ ഓസ്തിയുടെ ചില സമയങ്ങളിൽ എനിക്ക് ഓസ്തിയുടെ അങ്ങനെ മണം ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഈശോ എൻ്റെ അടുത്തുണ്ട്, ഈശോ എനിക്ക് സ്വീകരിക്കണം, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. എന്നിട്ട് അതൊരനുഭവം. അത് കഴിഞ്ഞിട്ട് ഈ +2 ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു തവണ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയ സമയത്ത് ഈശോയുടെ മുഖം, തിരുഹൃദയത്തിന് ആ മുഖം എനിക്കിങ്ങനെ മുകളിൽ ഇങ്ങനെ കാണുന്ന പോലെ ഫീൽ ചെയ്ത്. അപ്പോൾ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ എനിക്ക് അവിടുത്തെ ആ പണിതിരിക്കുന്ന രീതിയിൽ തന്നെ, പക്ഷേ എനിക്ക് ഈശോയുടെ മുഖം അവിടെ കണ്ടപ്പോൾ ഞാൻ ഈശോ എനിക്കിപ്പം ഞാൻ കന്യാസ്ത്രീ ആകുന്നതാണ് ഈശോയുടെ ഇഷ്ടം. കാരണം ഈശോ എനിക്ക് പല രീതിയിലൂടെ എനിക്കത് വെളിപ്പെടുത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഞാനിപ്പം ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാത്ത സമയങ്ങളൊക്കെ ഞാൻ ഇരുന്ന് ഈശോയെ പറ്റി കഥകളെഴുതും, കവിതകളെഴുതും. പിന്നെ എൻ്റെ മനസ്സിലിരുന്ന ചിന്തകളെല്ലാം ഞാനിങ്ങനെ എഴുതി വയ്ക്കുമായിരുന്നു. അപ്പം ഇതെല്ലാം എന്നെ ഒത്തിരി എൻ്റെ ലക്ഷണങ്ങളായിട്ട്, ദേവളിയുടെ ലക്ഷണങ്ങളായിട്ട് എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ +2 കഴിഞ്ഞു. അപ്പോഴും ഞാൻ വീട്ടിലിങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് കോൺവെൻറ്റിൽ പോകണമെന്ന്. അപ്പോഴും ഇവരൊക്കെ എതിർപ്പാണ് പറഞ്ഞത്. അപ്പം എനിക്കും എൻ്റെ ട്വിൻ സിസ്റ്ററിനും വേണ്ടിയിട്ട് നേഴ്സിങ്ങിന് ചേരാൻ വേണ്ടിയിട്ട് ഒരു ഫോമൊക്കെ അവർ വാങ്ങിച്ചിട്ട് വന്നു, 2 പേർക്കായിട്ട് ഫില്ല് ചെയ്യാനായിട്ട്. അപ്പം അനിയത്തിയുടെ ഫോം ഫില്ല് ചെയ്തു. അപ്പോൾ എനിക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് സിസ്റ്ററായി പറ്റും, എനിക്ക് നേഴ്സിംഗ് ചേരേണ്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവസാനം എൻ്റെ നിർബന്ധ കാരണം പപ്പയും അമ്മയും സമ്മതിച്ചു. അങ്ങനെ ഞാൻ കോൺവെൻറ്റിൽ ചേർന്നു. അപ്പോൾ ഞാൻ 2010 ഞാൻ ഇവിടെ ചേരുന്നത്. മെയ് മാസം അവസാനമാണ് ഞാനിവിടെ കോൺവെൻറ്റിൽ ചേരുന്നത്. അത് നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ്, തേവമ്പാറ തന്നെയാണ്. അവിടെ ഞാൻ ചേർന്നു. അവിടെ 1 വർഷത്തെ ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ്സുകളും ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും, അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒരു പള്ളിയിൽ കാറ്റസിസം ക്ലാസ് പഠിപ്പിക്കുവാനായിട്ട് പോവുകയും ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ സ്കൂളുണ്ട്. അപ്പോൾ സ്കൂളിൽ പിള്ളേരെ സഹായിക്കാനും അവരെ പഠിക്കാൻ സഹായിക്കാനും അങ്ങനെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ ഞാൻ 1 വർഷം ഇവിടുത്തെ കോൺവെൻറ്റിൽ, തേവമ്പാറയിലുള്ള ഈ കോൺവെൻറ്റിൽ ഞാൻ എൻ്റെ പഠനം പൂർത്തിയാക്കി. അത് കഴിഞ്ഞപ്പം ബാക്കി 5 വർഷത്തെ കോഴ്സ് ഞാൻ കഴക്കൂട്ടം ഫോർമേഷൻ ഹൗസിലാണ് ചെയ്തത്. അവിടെ ഫോർമേഷൻ ഹൗസ് മാത്രമാണ്, അവിടെ സിസ്റ്ററാകാൻ പഠിക്കുന്ന കുട്ടികൾ മാത്രം നിൽക്കുന്ന ഹൗസാണ് അവിടെ. അപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ അവിടെ പോയൊരു കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവരെന്നെ ഡിഗ്രിക്ക് വിട്ടു. അങ്ങനെ 3 വർഷം ഞാൻ ഡിഗ്രി ചെയ്തു, അത് പാസ്സായി. അത് കഴിഞ്ഞിട്ട് നോവിഷ്യേറ്റ് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ഇയറിൽ വെച്ച് എനിക്ക് തിരിച്ച് വീട്ടിൽ വരണമെന്നുള്ളൊരു ഒരിക്കലും തോന്നാത്തൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പോയേ പറ്റൂ, എനിക്ക് തിരിച്ചു പോകണം എന്നൊക്കെ ഞാൻ ഒത്തിരി വാശി പിടിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് അവർ പറഞ്ഞ്, നീ
പ്രാർത്ഥിച്ച് ചിന്തിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ വന്നു. 1 മാസം എനിക്ക് ഏകദേശം 1.5 മാസത്തോളം അവർ സമയം തന്നു. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു തീ കത്തുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ദൈവവിളി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക തീ കത്തുന്ന പോലത്തെ അനുഭവമാണ്. കാരണം അത് ഉള്ളിലിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അത് നമുക്ക് എത്ര അണയ്ക്കാൻ ശ്രമിച്ചാലും അത് അണയത്തില്ല. കാരണം ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ആ 1.5 മാസത്തിൽ ഞാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് അത് മാറ്റിക്കളയാനായിട്ട്. പക്ഷേ അതെനിക്ക് അത് അത്യധികം പൂർവാധിക ശക്തിയോടെ തന്നെ അത് കത്തിക്കൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ 1.5 മാസത്തിനുള്ളിൽ ഞാൻ പല സിസ്റ്റേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അതുപോലെ തന്നെ എന്നെ സഹായിക്കാനായിട്ട് ഫാദർ റൂഫസ് വന്നായിരുന്നു. അങ്ങനെ അച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചു. കാര്യങ്ങൾ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അങ്ങനെ അച്ഛൻ തന്ന ഉപദേശവും പിന്നെ സിസ്റ്റേഴ്സിൻ്റെ സഹായത്തോടും കൂടി എന്നെ അവർ വീണ്ടും കോൺവെൻറ്റിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ഞാൻ പോയി. എൻ്റെ പഠനം പൂർത്തിയായി. അങ്ങനെ 2016 ഡിസംബർ 8-ാം തീയതി ഞാൻ സഭാവസ്ത്രം ധരിച്ചു. അതിനുശേഷം ഞാൻ 1 വർഷത്തോളം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ രൂപതയിൽ, തിരുവനന്തപുരം അതിരൂപതയിൽ BCCയുടെ ഭാഗമായിട്ട് ഭവന സന്ദർശനത്തിന് വേണ്ടി എല്ലാ ദിവസവും പോകുമായിരുന്നു. അങ്ങനെ ഒരു അച്ഛൻ്റെ സഹായത്തോടുകൂടെ ഞങ്ങളുടെ ഒരു സിസ്റ്റേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് വേറെ സന്യാസഭയിലെ സിസ്റ്റേഴ്സ് ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ ഭവന സന്ദർശനത്തിന് ഓരോ ദിവസവും പോകുമായിരുന്നു. അങ്ങനെ ഭവന സന്ദർശനം എന്ന ഒരു പ്രവർത്തനം ഞാൻ ആ സമയത്ത് ചെയ്തു. അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഇവിടെ തേവമ്പാറയിലുള്ള നമ്മുടെ കൊച്ചു കൂട്ടുകാർ, ഈശോയുടെ കൊച്ചു കൂട്ടുകാർ ഉള്ള ഈ സ്കൂളിലായിട്ട് ഞാൻ 1.5 മാസത്തെ ഒരു എക്സ്പീരിയൻസിന് വന്നു. അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരെ കൂടൊപ്പം അവരെ പഠിപ്പിക്കുവാനും പിന്നെ സ്കൂളിൻ്റെ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാൻ അവർക്ക് ട്യൂഷനും പോലെ അവരെ എടുത്ത് സഹായിക്കുമായിരുന്നു. അവർക്ക് അവരുടെ ആവശ്യങ്ങൾ അവരെ സഹായിക്കുകയും അവർക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്ന രീതി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സ്കൂളിൻ്റെ ഒരു പ്രവർത്തന മേഖലയും പിന്നെ BCC ഭവന സന്ദർശനവും വഴി ഞാൻ എൻ്റെ ഏകദേശം 1 വർഷത്തോളം ഞാനിവിടെ എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കടന്നുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇറ്റലിയിലോട്ട് തുടർ പഠനത്തിനായിട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനം വന്നത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. 2017 സെപ്റ്റംബർ 13-ാം തീയതി ഞാൻ ഇറ്റലിയിലോട്ട് യാത്രയായി. ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളി, ദൈവം നൽകുന്ന പ്രചോദനം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഇടപെടൽ എന്നൊക്കെ എനിക്ക് പറയാൻ സാധിക്കും. ദൈവവിളി എന്ന് വെച്ചാൽ സന്യസ്ത ജീവിതം മാത്രമല്ല, കുടുംബജീവിതമായാലും ഏതെങ്കിലും മിഷൻ പ്രവർത്തനങ്ങളിലായാലും അങ്ങനെ ദൈവം വിളിക്കുന്ന പല പല മേഖലകളുണ്ട്. ഏതായാലും അത് ദൈവവിളിയാണ്. നമ്മൾ സത്യത്തിനും ദൈവവിശ്വാസത്തിലും ഉറപ്പായിട്ട് നിന്ന് ചെയ്യുന്ന ഏത് കാര്യം, നീതിക്കും സത്യത്തിനും ഈ വിശ്വാസത്തിനും ഒക്കെ ചേർന്നുകൊണ്ട് നിൽക്കുന്ന ഏത് ജീവിതവും അത് ദൈവവിളിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്ന ആ ദൈവം നൽകിയ ആ നന്മയും കഴിവുകളും ദൈവം നൽകിയതാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന ശക്തി ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നത് എന്തും അത് ദൈവവിളിയാണ്. അപ്പോൾ സന്യസ്ത ജീവിതം മാത്രമല്ല ദൈവവിളി. ഇപ്പോൾ കുടുംബജീവിതത്തിലായാലും ഇപ്പോൾ നല്ല കുടുംബങ്ങളുണ്ടെങ്കിൽ അവരിൽ നിന്ന് നല്ല വൈദികരും നല്ല സിസ്റ്റേഴ്സുമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുടുംബം ഒരു ദൈവവിളിയാണ്. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾ ഏകദേശം ഒരു 15 വയസ്സ് അല്ലെങ്കിൽ 16 വയസ്സ് കഴിയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പം മിഷൻ പ്രവർത്തനം വേണ്ടി പുറം രാജ്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അതും ഒരു ദൈവവിളിയാണ്. കാരണം അവർ കല്യാണം കഴിക്കുന്നില്ല, അതോടൊപ്പം തന്നെ അവർ സന്യസ്ത ജീവിതം നയിക്കുന്നില്ല. അവർ ഒരു അൽമാരായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പം ഇതെല്ലാം ദൈവവിളിയാണ്. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എന്തും ദൈവവിളിയാണ്. അപ്പം സന്യാസ ജീവിതം അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത് ഈശോ കാണുന്നവരുണ്ട്. ഇപ്പം ഞാനിപ്പം എൻ്റെ സഹോദരിയാണെങ്കിൽ പോലും അവൾ സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് ഒത്തിരി സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് കുഞ്ഞിലെ സിസ്റ്റർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് ആകാൻ സാധിച്ചിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് വിഷമം പറയും. അപ്പോൾ ഞാൻ പറയും, നീ ഇപ്പോൾ സിസ്റ്റർ ആയിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നിൻ്റെ കുടുംബം വഴി നീ
നിൻ്റെ നിൻ്റെ ഭർത്താവിൻ്റെ കുടുംബം, അപ്പം ഓരോ കുടുംബം, അപ്പം നിനക്ക് ഈ മക്കളുണ്ടാവില്ലായിരുന്നു, ഈ മക്കൾ വഴി നീ അറിയപ്പെടില്ലായിരുന്നു, നീ സന്യാസ ജീവിതം നയിച്ചിരുന്നെങ്കിൽ. അപ്പം ഓരോരുത്തർക്കും അവരുടേതായ വിളിയുണ്ട്. അപ്പം സന്യാസ ജീവിതത്തിൽ ഇപ്പം എന്നെ ഇപ്പോൾ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് എന്നിൽ എന്തോ കണ്ടു. ഇപ്പം എൻ്റെ ബലഹീനത കണ്ടു. ദൈവവിളി ഒരിക്കലും ഒത്തിരി ശക്തരായവർക്കോ ഒത്തിരി കഴിവുള്ളവർക്കോ ഒത്തിരി പഠിത്തമുള്ളവർക്കൊക്കെ ലഭിക്കുന്ന ഒരു ഇതല്ല ദൈവവിളി. ദൈവവിളി എന്ന് വെച്ചാൽ ഏറ്റവും ബലഹീനരായിട്ടുള്ള ദൈവവിളികൾ. ഇപ്പോൾ ദൈവം എന്നിലൊരു കുറവ് കണ്ടു, ആ കുറവ് എനിക്കത് ദൈവം മനസ്സിലാക്കി തരും. അത് ഈ ജീവിതത്തിലൂടെ നീ ആ കുറവിൽ നിന്നുകൊണ്ട് തന്നെ നീ അത് ദൈവത്തെ പ്രഘോഷിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ദൈവം കാണുന്നത്, ദൈവം എന്നിൽ എന്തോ കണ്ടു, എന്തോ കുറവ് കണ്ടു, എൻ്റെ ബലഹീനത എന്തോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പം പത്രോസ് തന്നെ, നമ്മുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, പത്രോസ് തന്നെ അത് അവസാനം വരെ ഈശോയുടെ മരണം വരെയും ഈശോയെ തള്ളിപ്പറഞ്ഞു. ഓരോ സാഹചര്യങ്ങളിലും അവരുടെ ബലഹീനത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും ഈശോ അവസാന നിമിഷം വരെയും പത്രോസിന് ശക്തി നൽകി. അവസാനം പത്രോസ് വഴിയാണ് നമ്മുടെ സഭ ഇപ്പോൾ മുന്നോട്ട് പത്രോസിൻ്റെ വിശ്വാസം വഴിയാണ് നമ്മുടെ തിരുസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബലഹീനരെയാണ് ദൈവം വിളിക്കുന്നത്. അപ്പം ശക്തരായവരെയോ കഴിവുള്ളവരെയോ ഒന്നുമല്ല ദൈവം വിളിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫോർമേഷൻ ടൈമിൽ ഞാൻ സെക്യുലർ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ് മുമ്പ് ഇവിടെ ഫോർമേഷനിലായിരുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ബൈബിൾ ക്ലാസ്സുകളും ഇംഗ്ലീഷ് കോഴ്സുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളുപരി ഡീപ്പായിട്ട് തിയോളജി പഠിച്ചത് എൻ്റെ സെക്യുലർ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ്. ഇത് സെക്യുലർ വിദ്യാഭ്യാസം നമുക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള ഇപ്പം നമുക്ക് തിയോളജി പരമായിട്ടുള്ള ഇപ്പം നമ്മൾ ജീവിക്കുന്ന സമൂഹം, സാഹചര്യം, കൾച്ചർ, ഇപ്പം എല്ലാം നമ്മളതിൽ ജീവിക്കുന്നവരാണ്. ഇപ്പം ഈശോ തന്നെ ദൈവപുത്രനായിട്ട് പോലും മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അവരോടൊപ്പം ജീവിച്ചത്. അപ്പോൾ മനുഷ്യരുടെ ഇടയിലുള്ള ആവശ്യങ്ങളും സാഹചര്യങ്ങളും അവരെ സഹായിക്കും. അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും അല്ലാത്തുള്ള മാനസികപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാലും നമ്മൾ സഹായിക്കണമെങ്കിൽ നമുക്കൊരു സെക്യുലർ വിദ്യാഭ്യാസം ആവശ്യമാണ്. അപ്പം ദൈവത്തിൻ്റെ ഒരു കരുണാർദ്രമായിട്ടുള്ള ഒരു ഇടപെടൽ വഴി എനിക്ക് അതിനുള്ള സാഹചര്യം എനിക്ക് ലഭിച്ചു. 3 വർഷത്തെ ഡിഗ്രി ചെയ്തപ്പോൾ ആ സമയത്തും എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള കുട്ടികൾക്കായാലും ഇപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഡിഗ്രിക്ക് കോളേജിൽ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പം നമ്മൾ അവരോടൊപ്പം ആയിരുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് തന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റർ എങ്ങനെ ഇത്രയും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്, സിസ്റ്റർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പം സിസ്റ്റേഴ്സിന് എൻജോയ്മെൻറ്റ് പാടില്ലെന്നല്ല, അപ്പോൾ അവരുടെ ഇടയിലിട്ട് മനുഷ്യരുടെ ഇടയിലോട്ട് പോയി അവരോടൊപ്പമായിരുന്നുകൊണ്ട് അവരുടെ കൂടെ ആയിരുന്നു, അവരുടെ ചിന്താഗതിയിലായിരുന്നുകൊണ്ട് അവരെ സഹായിക്കണം. അതാണ് റിയൽ ഗുഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഈശോ അതുപോലെയാണ് ചെയ്തത്. മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് അവരോടൊപ്പം അവരിൽ ഒരാളായി അവരോടൊപ്പമായിരുന്നുകൊണ്ട് അവരുടെ ബലഹീനതകൾ ഈശോയുടെ ശരീരത്തിൽ ഈശോയെ അത് അനുഭവിച്ചു. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഇപ്പം ഡിഗ്രി പഠിച്ച സമയത്തും ഇങ്ങനെയായിരുന്നു. എൻ്റെ അവിടെ ഒത്തിരി കൂട്ടുകാർ, ഫ്രണ്ട്സൊക്കെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പം ഞാൻ ജീവിക്കുന്ന രീതിയാണ്. ഇപ്പോൾ അവരോടൊപ്പം എൻജോയ്മെൻറ്റിന് പോകും, അതോടൊപ്പം തന്നെ എൻ്റെ ഒത്തിരി അങ്ങ് ചേർന്ന് പോകാതെ എൻ്റെ ഒരു ഡിസ്റ്റൻസ് ഞാൻ പാലിക്കുമായിരുന്നു എൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ എന്നോട് ചോദിക്കും, സിസ്റ്ററിന് ഇതെങ്ങനെ സാധിക്കുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, ഇപ്പം സിസ്റ്റർ എങ്ങനെയാണ്, സിസ്റ്ററിൻ്റെ ജീവിതം എങ്ങനെയാണ്, സിസ്റ്റർ എങ്ങനെയാണ് ഇത് തിരഞ്ഞെടുത്തത്. അപ്പം ചോദിക്കുമ്പോൾ അവർ ഈശോയെ പറ്റി ചോദിക്കുകയും ഇപ്പം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പള്ളിയിൽ പോകാത്ത കുറേ ബോയ്സ് ഉണ്ടായിരുന്നു. അപ്പം അവരൊക്കെ എൻ്റെ അടുത്ത് ക്രിസ്ത്യൻസ് ആയിരുന്നിട്ട് പോലും പള്ളിയിൽ പോകാത്ത ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പം വീട്ടിലൊക്കെ ഇപ്പോൾ ദേഷ്യപ്പെട്ട് പറയുന്ന രീതിയല്ല, അപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ രീതിയിലാകുമ്പോൾ അവർ കുറച്ചുകൂടെ നമ്മളെ ശ്രദ്ധിക്കും, നമ്മൾ പറയുന്നത് അവർ ശ്രവിക്കും. അപ്പം എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയണം, ഇങ്ങനെയാണ് നീ പോകാതിരിക്കുന്നത് ശരിയല്ല, നിനക്കിങ്ങനെ കുറേ ഉപദേശങ്ങൾ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ രീതിയിലായാലും കളി പറയുന്ന രീതിയിലായാലും അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർക്കത് മനസ്സിലാകും. അങ്ങനെ ഒത്തിരി കുട്ടികൾ അവർ പള്ളിയിൽ പോയിട്ടുണ്ട്, അവരിപ്പോഴും അത് പോകുന്നുണ്ട്. അവരെൻ്റെ അടുത്ത് പറയും, ഞാൻ മിക്കവരോട് അവർക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കുമ്പോൾ അവർ പറയും എൻ്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പള്ളിയിൽ പോകുന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പം സിസ്റ്ററിന് ഇപ്പോൾ ഒരു ഇടവക രംഗത്തായെങ്കിൽ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ ഇപ്പം ഒരു വിദ്യാഭ്യാസമില്ലാത്ത സിസ്റ്ററിന് എങ്ങനെ ഒരാളെ സഹായിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു പാവപ്പെട്ടൊരു കൊച്ചു വന്ന് ഇപ്പം എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ അപ്പോൾ ആ കൊച്ചിന് ഒരു സഹായം വേണ്ട സമയത്ത് ഇപ്പോൾ ഒന്നും അറിഞ്ഞൂടെങ്കിൽ നമുക്കൊന്നും കുട്ടിയെ സഹായിക്കാൻ പറ്റത്തില്ല. പഠിക്കുന്ന കാര്യത്തിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഫാമിലിയിൽ നിന്നായിരിക്കും. അപ്പം നമുക്കത് മനസ്സിലാക്കുവാനും കുട്ടി ആ രീതിയിൽ സഹായിക്കുവാനും പിന്നെ അതുവഴി ഇടവകയായിട്ട് ബന്ധപ്പെടുവാനും അവരെ മുമ്പോട്ട് ഉള്ള പഠനങ്ങൾക്ക് അവരെ സഹായിക്കാനൊക്കെ നമുക്ക് ഒരു
ഒരു അടിസ്ഥാനം നമുക്ക് ആവശ്യമാണ്. അപ്പം ഞാൻ പറയും, ഇപ്പം തിയോളജി പരമായിട്ട് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അത് നമ്മളെ ഒത്തിരി സഹായിക്കും. അത് പല കാര്യങ്ങളായാലും മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന കാര്യത്തിലായാലും വിശ്വാസ പരിശീലനത്തിലായാലും എല്ലാത്തിലും നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണാർദ്രമായ ഇടപെടൽ മൂലം എൻ്റെ ഈ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെനിക്ക് ഒത്തിരി അനുഭവപ്പെടുന്നുണ്ട്. അപ്പം എനിക്ക് കുഞ്ഞുനാൾ മുതലേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരാഗ്രഹം, അതിപ്പോഴും എൻ്റെ ഉള്ളിൽ അത് മായാതെ നിൽക്കുന്നുണ്ട്. ഈ ഒരു സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ മിഷന് പോകണം എന്നുള്ളൊരാഗ്രഹം. പുറം രാജ്യങ്ങളിൽ പോയി, പ്രത്യേകിച്ച് ആഫ്രിക്കൻ, കാരണം ഞങ്ങളുടെ സന്യാസ സഭ 6 രാജ്യങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ എനിക്കും ആഫ്രിക്ക എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അതിപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പോയി എൻ്റെ ഒരു സേവനം പാവപ്പെട്ട കുട്ടികൾക്ക് അവരോടൊപ്പം ആയിരുന്നുകൊണ്ട് അവരെ സഹായിക്കുവാനും അവരുടെ ജീവിതങ്ങൾ അറിഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒക്കെ എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ആ ഒരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈശോയോട് ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മിക്കപ്പോഴും മിഷന് പോകാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം ഒരു മിഷൻ പ്രവർത്തക ആയിരിക്കുക എന്നതാണ്. അപ്പോൾ ഈശോ നൽകിയ ഈ ഒരു ഉള്ളിൽ എനിക്ക് നൽകിയ ഈ ദൈവവിളി ഞാനത് തിരിച്ചറിഞ്ഞു. എനിക്കിനി തിരിച്ചറിയാനായിട്ടൊന്നുമില്ല, കാരണം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു ശക്തിയെ വെച്ച്, അത് ഈശോ നൽകുന്ന ഈ ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് എനിക്ക് പോകണം. അത് ഒത്തിരി പേർക്ക് പ്രചോദനമാകണം. കാരണം ജീവിതം ഇപ്പം കസേരപ്പുറത്തിരിക്കുവാനോ അങ്ങനെ അധികാരത്തിലിരിക്കുക അതല്ല. സാധാരണ ജനങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് ഈശോ ജീവിച്ച രീതിയിൽ സുവിശേഷം ജീവിച്ച് കാണിക്കണം. എനിക്കതാണ് എൻ്റെ പറയുന്നതിനേക്കാളും എനിക്ക് ജീവിച്ച് കാണിക്കുന്നതിനോടാണ് ഒത്തിരി കൂടുതൽ താല്പര്യം. അപ്പം അത് ജീവിച്ച് പ്രാർത്ഥിച്ചും എൻ്റെ ഉള്ളിൽ ലഭിക്കുന്ന ആ ദൈവം നൽകുന്ന ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാനും അതെനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. അതിന് പ്രാർത്ഥന ആവശ്യമാണ്. അതോടൊപ്പം തന്നെ എന്നെ അറിയുന്നവർ, എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നവരും എന്നെ അറിയുന്നവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും എല്ലാവരും ഒപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം അത് ആ ഒരു കരുത്തിലും ആ ഒരു വിശ്വാസത്തിലും ആ ഒരു ഉറപ്പിലും ഞാൻ മുന്നോട്ട് പോകും. ഈശോയെ ഞാൻ ഇപ്പം അറിഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്ക് അറിയണം, കൂടുതൽ എനിക്ക് മനസ്സിലാക്കണം, കൂടുതൽ അനുഭവം എനിക്ക് നേടിയെടുക്കണം. എൻ്റെ മരണം വരെയും എനിക്ക് ഈശോയോടൊപ്പം ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ.